നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പരിമിതികളൊന്നുമില്ലാതിരുന്ന ഒരു ഭർത്താവായിരുന്നിട്ടും ഭാര്യയുടെ പ്രവൃത്തികൾ കണ്ട് നിസ്സംഗതയോടെ നിന്ന ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ തെറ്റുകാരൻ. സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു അനു. അഭിമാനമോർത്തുള്ള ഭയം. എന്നെ തോൽപ്പിക്കാൻ ചിലപ്പോ ഹർഷ എന്തും വിളിച്ചു പറയും. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ലെന്ന് അവളെന്റെ മുഖത്ത് നോക്കി എങ്ങാനും പറഞ്ഞ ഞാൻ പിന്നെ ജീവിച്ചിരിക്കണമല്ലോ. സത്യം പറഞ്ഞ ഇതുവരെ അവളെക്കുറിച്ചുള്ള സംശയങ്ങൾ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അങ്ങനെ ഒന്നിനും സാക്ഷിയാകേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സംശയങ്ങളൊന്നും സത്യമാകരുതെന്നുള്ള പ്രാർത്ഥനയിൽ കഴിയായിരുന്നു ഞാൻ. ഇനി അതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രതികരിക്കണം. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു അനുപമേ. ചായ കുടിക്കരുത്. ഭാനുമ്മ ഇവിടെ ഉള്ളത് അനുവിനൊരു സഹായമാണല്ലേ? സഹായം നല്ല രവിയതിന് പറയണ്ടേ, ആശ്വാസം. ഹർഷ ഈ വീട്ടിൽ കയറി വന്നതു മുതൽ ഇന്ദ്രേട്ടൻ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വന്ന നിമിഷം വരെ ഞാൻ പിടിച്ചു നിന്നത് ഈ ഭാനുമ്മയുടെ ബലത്തിലാണ്. ഭാനുമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുമായിരുന്നു. ഭാനുമ്മ ഒരു നിമിത്തം മാത്രമാ മോളെ. നിന്റെ കൂടെ ദൈവമുണ്ട്. അതുകൊണ്ടാ നീ ഇപ്പോഴും വീഴാതെ നിൽക്കുന്നത്. അല്ല, ഭാനുമ്മ അനുപമയുടെ കൂടെ നിൽക്കുന്നതില് ഇന്ദ്രനും അമ്മയ്ക്കും പ്രതിഷേധമൊന്നുമില്ലേ? അവര് പ്രതിഷേധിച്ചാ എനിക്കെന്താ? ഞാൻ അവരുടെ ചിലവിലൊന്നും അല്ല. സുശീലയും മക്കളെയും ഭാനുമ്മ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ അവരുടെ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നല്ല ചായയായിരുന്നു ഭാനുമ്മേ, താങ്ക്സ്. ഒരു ചായക്ക് എന്ത് നന്ദി പറയാനാ മോനെ. രവി ആണുങ്ങളെ പോലെ ഇറങ്ങി വന്ന് സംസാരിക്കാൻ തയ്യാറായത് കണ്ടിട്ടാ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ ഒരു ചായ ഇട്ടുകൊണ്ട് വന്നത്. എങ്കിൽ ഭാനുമ്മ ഇനിയും എനിക്ക് ചായ ഇട്ട് തരേണ്ടി വരും. ഇറങ്ങിത്തിരിക്കാനേ താമസമുള്ളൂ ഭാനുമ്മേ. പുറപ്പെട്ട് കഴിഞ്ഞാ ലക്ഷ്യം കണ്ടേ നിൽക്കൂ. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ ഭാനുമ്മേ. ശരി മോനെ. ഞാൻ പോയിട്ട് വരാം. ശരി. ശരി എന്നാലേ.